രഹസ്യവും പ്രാർത്ഥനയും. ലിയാം എപ്പോഴും ശരിയായത് ചെയ്യുവാൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു. പക്ഷെ ഒരു ദിവസം പന്ത് കളിക്കുമ്പോൾ അയൽക്കാരന്റെ ജനാല പൊട്ടിച്ചു. സത്യം പറയാതെ പന്ത് മറച്ചു വെച്ച് മൗനമായി. ആ രാത്രി ലിയാമിന് ഉറക്കം വന്നില്ല. ഹൃദയം ഭാരമായി. അടുത്ത രാവിലെ സുഹൃത്ത് നോഹയുടെ അടുത്ത് ചെന്ന് മന്ദമായി പറഞ്ഞു, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ മിസ്റ്റർ തോമസിന്റെ ജനാല പൊട്ടിച്ചു, എന്നിട്ടത് തുറന്നു പറഞ്ഞതുമില്ല. വളരെ കുറ്റബോധം. നോഹ അനുകമ്പയോടെ കേട്ടു പറഞ്ഞു, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാം ഏറ്റു പറയുമ്പോൾ ദൈവം ക്ഷമിക്കും. അവർ തലകുനിച്ച് പ്രാർത്ഥിച്ചു. ലിയാമിന് ക്ഷമയും ധൈര്യവും നൽകുവാൻ അപേക്ഷിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം ലിയാമിന് ഭാരം കുറഞ്ഞതായി തോന്നി. ഹൃദയത്തിൽ നിന്ന് ഒരു ഭാരം ഇറങ്ങിയതുപോലെ. മിസ്റ്റർ തോമസിന്റെ അടുത്ത് ചെന്ന് ഏറ്റു പറഞ്ഞു. കോപിക്കാതെ മിസ്റ്റർ തോമസ് പുഞ്ചിരിച്ചു. സത്യം പറഞ്ഞതിന് നന്ദി ലിയാം. ധൈര്യമുള്ള കാര്യം. ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. അന്നു മുതൽ തെറ്റുകൾ പങ്കിടുന്നതും മറ്റുള്ളവരോടൊപ്പം പ്രാർത്ഥിക്കുന്നതും ഹൃദയത്തിന് മാത്രമല്ല, ബന്ധങ്ങൾക്കും സുഖം തരുന്നു എന്ന് ലിയാം കണ്ടെത്തി. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. യാക്കോബ് 5:16.